ജീസസ്. യെസ്, 27ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട് സത്യം എന്ന് അവൻ അവരോട് പറഞ്ഞു. ഈ വാക്കുകളെ പറഞ്ഞതിന് ശേഷമാണ് യേശു കർത്താവ് ഈ 3 പേരെ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കയറി ചെന്നത്. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പ്രാർത്ഥിക്കുക, ഇതൊരു പ്രാർത്ഥനയുടെ ദിനരാത്രങ്ങളാണ്. ഇത് പ്രാർത്ഥനയുടെ ദിനരാത്രങ്ങളാണ്. ഓ ഗ്ലോറി ബി ടു ഗോഡ്. ഈ 3 പേരെ അവൻ തിരഞ്ഞെടുത്തതിന്റെ പിന്നിൽ എന്താ കർത്താവേ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഓ ഹല്ലേലൂയ, പറയാം, പ്രത്യേകത പറയാം. എന്താ പത്രോസിന്റെ പ്രത്യേകത? പത്രോസ് ഒരു എടുത്തുചാട്ടക്കാരനാണ് എന്ന് പറഞ്ഞാൽ അവന് യേശു ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ ആഗ്രഹമുള്ള, എന്ന് പറഞ്ഞാൽ ഒരു അപ്പൻ സൈക്കിൾ ചവിട്ടുന്നത് കണ്ടാൽ മകന് സൈക്കിൾ ചവിട്ടണമെന്ന് വലിയൊരു അതിയായ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു മകനായിരുന്നു. അപ്പൻ ബൈക്ക് ഓടിക്കുന്നത് കണ്ടാൽ മകന് ബൈക്ക് ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു മകനായിരുന്നു പത്രോസ്. യേശു കർത്താവ് കടലിന്റെ മുകളിൽ കൂടെ നടന്നാൽ പത്രോസിന് കടലിന്റെ മുകളിൽ കൂടെ നടക്കണം. യേശു കർത്താവ് ഒരു അത്ഭുതത്തെ അടയാളത്തെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഹി വാസ് ഹാവിങ് എ enthusiasm. enthusiasm. അവന് യേശു കർത്താവ് ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ ആഗ്രഹമുള്ളവനായിരുന്നു. ഈ ആഗ്രഹം അവന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്നത് കൊണ്ട് യേശു കർത്താവ് അവനെ തിരഞ്ഞെടുത്തു. അടുത്തത് ഇനി യാക്കോബ്, അടുത്തത് ഇനി യോഹന്നാൻ. യെസ്, യോഹന്നാൻ എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ നെഞ്ചോട് ചാരിയ വ്യക്തിയായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, യോഹന്നാൻ ആരാധിക്കുന്നവനായിരുന്നു. യോഹന്നാൻ യേശു കർത്താവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം എപ്പോഴും കേൾക്കുവാൻ വേണ്ടി ആഗ്രഹമുള്ളവനായിരുന്നു യോഹന്നാൻ. ഇനി അടുത്ത യാക്കോബ്. ഈ യാക്കോബിനെ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, they were the thunders of the sons of thunders. They were the sons of thunders. അവര് ഇടിമക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഇടിമക്കളുടെ പ്രത്യേകത, യേശു കർത്താവ് മറ്റൊരു സ്ഥലത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവരെയും കൊണ്ട് പോയപ്പോ ഈ ഇടിമക്കളായ യാക്കോബും യോഹന്നാനും യേശു കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു കർത്താവ് ഏലിയാവിന്റെ കാലത്തിൽ തീ ഇറക്കിയതുപോലെ ഇവരെ എന്ത് ചെയ്യണം? തീ ഇറക്കി നശിപ്പിച്ചു കളയണം. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ ഹിതം ചെയ്യാത്തവരെ ഞങ്ങൾക്ക് കാണണ്ട, കേൾക്കണ്ട. അവർ കർക്കശക്കാരായിരുന്നു. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ഞാൻ ഇന്നലെ ഇതിനകത്ത് 2 മണി 3 മണി ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചില സമയത്തിൽ എന്താ പറയാ, വിശുദ്ധ ആങ്കർ ദൈവം ഇഷ്ടപ്പെടുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു വീര്യം കാണിക്കുന്ന വ്യക്തികളായിരുന്നു യാക്കോബും യോഹന്നാനും. ഇങ്ങനെയുള്ള 3 പേരെയും കൂടെ കൂട്ടി യേശു കർത്താവ് മറുരൂപ മലയിലേക്ക് പോകുക. ആ മറുരൂപ മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കയറി ചെന്നു. 29ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. ഇത് കഴിഞ്ഞിട്ട് ഈ ആദ്യത്തെ 9ന്റെ 26, 27 ഈ വാക്യങ്ങളെ പറഞ്ഞിട്ടാണ് 28ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ ഇവരെയും കൂടെ കൂട്ടി അവൻ ഒരു മലയിലേക്ക് കടന്നുപോയി. എന്താ 8ന്റെ പ്രത്യേകത? 8ന്റെ പ്രത്യേകത ബൈബിൾ പറയുന്നു, 8 എന്ന നമ്പർ കാണിക്കുന്നത് അതൊരു പുതിയ തുടക്കത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ പ്രാരംഭമായി പ്രവചിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ദൈവം ചെയ്യാൻ വേണ്ടി പോകുക. നമ്മൾ പലതവണ ഈ മെസ്സേജ് കേട്ടിട്ടുള്ളവരാണ്, പലതവണ നാം ഈ വചനത്തിലെടുത്ത് ശുശ്രൂഷിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് പകലൊരു പുതിയ ആത്മാവിന്റെ ഉറവ ഇതേ വചനത്തിൽ നിന്ന് തന്നെ പൊട്ടി പുറപ്പെടാൻ വേണ്ടി പോകുക. ഇന്ന് പകൽ എത്ര പേര് തയ്യാറാകും? പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, നിനക്ക് നിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ അടുത്തു നിന്നും ആ പൊട്ടി പുറപ്പെടുന്ന ആ നദിയിലേക്ക് ഇന്ന് പകൽ ഞാനും എന്റെ തലമുറകളും ഞാനും എന്റെ മിനിസ്ട്രിയും അതുപോലെ ഒരു വലിയ ഒഴുക്കുണ്ടാകട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ പകലായി മാറട്ടെ. ആത്മാവിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ദൈവജനത്തിന് ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അവൻ പറഞ്ഞൊരു കാര്യം, 8ാമത്തെ ദിവസം അവൻ എന്ത് ചെയ്തെന്നറിയാവോ? 3 പേരെ കൂട്ടി പ്രാർത്ഥിക്കുന്ന ഒരു മലയിലേക്ക് ഓടിക്കയറി. അവൻ ഒരു മലയിലേക്ക് ഓടിക്കയറി. അവനറിയാം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അവനറിയാം ഏത് ഗ്ലോറിയാണ് അവിടെ വെളിപ്പെടാൻ പോകുന്നതെന്ന്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുക, ഇതിനകത്ത് സാധാരണ ഒരു ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് പകലിൽ അത് വെളിപ്പെടുകയാ. ഓ
കുടുംബങ്ങളെ വിടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന, കുടുംബങ്ങളെ അടുത്തൊരു തലത്തിലേക്ക് വിടത്തില്ലെന്ന്, അല്ലെങ്കിൽ കുടുംബങ്ങളെ ഒരു റെവലേഷന്റെ മറ്റൊരു തലത്തിലേക്ക് വിടത്തില്ലെന്ന്, അല്ലെങ്കിൽ മിനിസ്ട്രിയെ ഒരു റെവലേഷന്റെ മറ്റൊരു തലത്തിലേക്ക് വിടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ആ പിശാചിന്റെ മണ്ഡലത്തെ ഇന്ന് പകൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ആ മാനുഷിക സങ്കല്പങ്ങളെ ഇന്ന് പകൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. എന്തു തന്നെ മേഖലകളായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. പരിശുദ്ധ ആത്മാവിന്റെ ഒഴുക്ക് അത് മലയിലാണോ മലയിൽ, അത് താഴ്വരയിലാണോ താഴ്വരയിൽ, അത് ഗന്നസരത്ത് തടാകത്തിലാണോ അത് അവിടെ, അത് ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു കർത്താവ് പ്രാർത്ഥിച്ച ഏതൊക്കെ സ്ഥലങ്ങളിലാണോ അവിടെ, അത് നിർജ്ജന പ്രദേശത്തിലാണോ അവിടെ, മല നോക്കാതെ കുന്നു നോക്കാതെ, ഓ ഹല്ലേലൂയ, നിർജ്ജന പ്രദേശങ്ങൾ നോക്കാതെ, ഓ നിരന്നിരിക്കുന്ന ദൈവത്തിന്റെ നടുവിൽ, നിരന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാ മക്കളുടെ നടുവിൽ ഇന്ന് പകൽ ഒരു അസാധാരണ ഗ്ലോറി അത് വെളിപ്പെടുകയാ. ഓ ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. മാഷാതലറ ബഹോഷിയ റേൻഡലറ ബഹോഷ തേലി മാറകസ്കിനിയാണ്ട. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. നോക്കിക്കോ പ്രിയരെ, യേശു കർത്താവ് എവിടേക്ക് ശുശ്രൂഷയ്ക്ക് പോയാലും യേശു കർത്താവ് ചില സ്ഥലങ്ങളിൽ വിൽഡർനെസ്സിൽ പോകാറുണ്ട്. ഒറ്റയ്ക്ക് അവൻ ചെന്നിരുന്ന് തനിയെ പ്രാർത്ഥിക്കാറുണ്ട്. യേശു കർത്താവ് മലയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. യേശു കർത്താവ് ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. യേശു കർത്താവ് ഗെത്സമനയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. എവിടെയൊക്കെയാണോ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് അവിടെയൊക്കെ യഹോവയുടെ ഗ്ലോറി വെളിപ്പെട്ടിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ചില കാര്യങ്ങൾ എന്നെ അതിശയിപ്പിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, ഈ എന്താ പറയുക, യേശു കർത്താവ് തനിയെ ഒരു സ്ഥലത്തിലേക്ക് വാങ്ങിപ്പോയി. യേശു കർത്താവ് ഒരു വിൽഡർനെസ്സിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ ഒന്നുമില്ല, അവിടെ ഒരു പച്ചപ്പില്ല, അവിടെ കുടിക്കാൻ വെള്ളമില്ല, അവിടെ കഴിക്കാൻ ആഹാരമില്ല, അവിടെ ഒന്നും തന്നെ ഇല്ല. എന്നാൽ അടുത്ത വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ജനം അവർ പട്ടണങ്ങളെ വിട്ടിട്ട് അവൻ ഇരുന്ന സ്ഥലത്തിലേക്ക് യാത്രയായി. അവർ പട്ടണങ്ങളെ വിട്ടിട്ട് അവൻ എവിടെയാണോ ഇരുന്നത് അവിടേക്ക് യാത്രയായി. പട്ടണങ്ങളിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇല്ലാഞ്ഞിട്ടാണോ? പട്ടണങ്ങളിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ അല്ലെങ്കിൽ നല്ല ഫുഡുകൾ ഇല്ലാഞ്ഞിട്ടാണോ? പട്ടണങ്ങളിൽ താമസിക്കാൻ സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? അവിടെ ഇല്ലാത്തത് ഒന്നുണ്ട്, യഹോവയുടെ മഹത്വം. അവിടെ പട്ടണങ്ങളിൽ ഇല്ലാത്ത ഒന്നുണ്ട്, യഹോവയുടെ മഹത്വം. അവർ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, യേശു നിർജ്ജന പ്രദേശത്തിലാണ് ഇരിക്കുന്നതെങ്കിലും അവൻ ഇരിക്കുന്ന സ്ഥലത്തിൽ ഒരു അസാധാരണ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് യഹോവയുടെ മഹത്വം. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ തലമുറകളെ നോക്കി പ്രവചിച്ചു പറയുക, അപ്പനില്ലേലും പാസ്റ്ററില്ലേലും ദൈവത്തിന്റെ മക്കൾ അടുത്തില്ലേലും നീ ഇരിക്കുന്ന സ്ഥലം ഒറ്റപ്പെട്ട സ്ഥലമാണെങ്കിലും അതിനകത്ത് ദൈവത്തിന്റെ ഗ്ലോറി ഇന്ന് പകലിൽ വെളിപ്പെടുക. Fire in the mighty name of Jesus. Fire of the Holy Ghost in the mighty name of Jesus. നീ ഒരു പക്ഷെ ചിന്തിക്കുക, അവിടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല സാമ്പാസ്റ്റേ, എനിക്ക് വേണ്ടി കരയാൻ ആരുമില്ല സാമ്പാസ്റ്റേ, എനിക്ക് വേണ്ടി ഒന്ന് ഇടിവിൽ നിൽക്കാൻ. നോ, മതി. നീ ഇരിക്കുന്ന ആ ഇരിപ്പിൽ നിന്നുകൊണ്ട് നീ ആരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയാണ് യഹോവയുടെ മഹത്വം വെളിപ്പെടുന്നത്. ഓ come on somebody, come on somebody, come on somebody, come on somebody. Hallelujah. പത്രോസ് പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്, യോഹന്നാൻ പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്, യാക്കോബ് പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ കാര്യമായ ഗ്ലോറി ഒന്നും അവിടെ വെളിപ്പെട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് അവരെ കുറിച്ചുള്ള ചില തിരിച്ചറിവുകൾ നഷ്ടപ്പെട്ട മേഖലകൾ ഉണ്ടായിരുന്നു. ഓ ഗ്ലോറി ബി ടു ഗോഡ്. ഞാൻ വചനം നിന്ന് പ്രസംഗിക്കുക, ഞാൻ വചനത്തിൽ നിൽക്കുക, വചനത്തിൽ നിൽക്കുക. കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 11 വർഷമായി വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 11 വർഷമായി നോക്കിക്കോ, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പത്രോസ് യേശുവിനെ പോലെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പലതവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പലതവണ ആരാധിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഗ്ലോറി വെളിപ്പെട്ടിട്ടില്ല. എന്താ വിഷയം എന്നറിയാമോ? ഐഡന്റിറ്റി ക്രൈസിസ്. എന്നെ കേൾക്കുന്നുണ്ടോ? അവർക്ക് അവരെ കുറിച്ചുള്ള ചില തിരിച്ചറിവുകൾ ഏതൊക്കെയോ മേഖലകളിൽ നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ആ നിർജ്ജന പ്രദേശത്തിലും ആ മലയുടെ മുകളിലും ആ താഴ്വരയിലും ആ രോഗിയുടെ മുൻപിലും
യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം ആ ലാസറിന്റെ കല്ലറയുടെ മുമ്പിലും യേശു കർത്താവിന്റെ ഐഡന്റിറ്റി ക്രൈസിസ് അവന് ഉണ്ടായിട്ടില്ല. Come on somebody. Come on somebody. Hallelujah. ഹല്ലേലൂയ. മാർത്തയും മറിയയും അവിടെ നിന്ന് കരയുക, യഹൂദന്മാർ നിന്ന് കരയുക. സന്നിധി സംഘടനകളുണ്ട്, സദൂക്യരുണ്ട്, പരീശന്മാരുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്. അവർക്കൊക്കെ അവർ സംഘടനകളിൽ പൊസിഷനുകളിൽ ഇരിക്കുന്നു എങ്കിലും ഏതൊക്കെ മേഖലകളിൽ ഐഡന്റിറ്റി ക്രൈസിസുകൾ വരാറുണ്ട്. Come on somebody, I'm preaching. I'm doing the best that I could do it. I'm doing what I supposed to do it. Oh, glory be to God. Hallelujah. നോക്കിക്കോ പ്രിയരെ, കഷ്ടതകൾ വരുമ്പോ, പ്രതികൂലം വരുമ്പോ, ചോദ്യചിഹ്നങ്ങൾ വരുമ്പോ, മിനിസ്ട്രിയിൽ ചോദ്യചിഹ്നങ്ങൾ വരുമ്പോ എന്താ പറയാ, അവിടെ ഐഡന്റിറ്റി ക്രൈസിസ് വരുന്നവരുടെ മേലിലല്ല ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുന്നത്. അവിടെയും എന്റെ മേലിൽ ഒരു ദൈവത്തിന്റെ നിയോഗമുണ്ട്. ഞാനും എന്റെ പിതാവ് രണ്ടല്ല, ഞാനും എന്റെ പിതാവ് ഒന്നാണ് എന്ന് ബോധ്യമുള്ളവന്റെ മേലിലാണ് യഹോവയുടെ ഗ്ലോറി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാ ഇന്ന് പകൽ ഈ ദൂതിനെ പിടിച്ചെടുത്തൊന്ന് ആരാധിക്കുന്നത്? ആരാ ഇന്ന് പകൽ ഈ ദൂതിനെ പിടിച്ചെന്ന് പറയുന്നത്? ദൈവത്തിന്റെ ദാസനെ, ഇതെന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ദൂതാണ്, ഇതെന്റെ തലമുറകൾക്ക് വേണ്ടിയുള്ള ദൂതാണ്, ഇതെന്റെ ദേശത്തിന് വേണ്ടിയുള്ള ദൂതാണ്, ഇത് എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദൂതാണ്. ഇന്ന് പകൽ അവരെ നോക്കി പ്രസംഗിക്കാനാണ് എനിക്കിഷ്ടം. അവരെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. അതിനകത്ത് ദൈവത്തിന്റെ അസാധാരണ ആ കഷ്ടതയുടെ നടുവില്, ആ പ്രതികൂലത്തിന്റെ നടുവില്, ആ മേഖലകളുടെ നടുവില്, കർത്താവേ, നീയാണ് എന്റെ ദൈവം, നീയാണ് എന്നെ വിളിച്ചത്, നീയാണ് എന്നെ അഭിഷേകം ചെയ്തത്, നിനക്ക് വേണ്ടി നിൽക്കും എന്ന പൂർണ്ണ ബോധ്യം ഉള്ളവരുടെ നടുവിലാണ് ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുന്നത്. Come on, come on, come on, come on, come on. Come on somebody. Hallelujah. Oh, Ratama Sandalera Bahoshia. യേശു കർത്താവിന്റെ ലൈഫിലും ആ തിരമാലകൾ വന്നു. യേശു പത്രോസിന്റെ ലൈഫിലും തിരമാലകൾ വന്നു. യേശു കർത്താവിന്റെ പടകിലും ആഞ്ഞടിച്ചു, യേശുവിന്റെ ശിഷ്യന്മാരുടെ പടകിലും ആഞ്ഞടിച്ചു. എന്നാൽ അവിടെ ഒരു വിഷയം തന്നെ, ഒരു പ്രോബ്ലം തന്നെ, രണ്ടുപേരുടെ അഭിമുഖീകരിക്കുക, ഒരേ വിഷയം രണ്ടു കൂട്ടുകാരുടെ മേൽ വരിക. എന്നാൽ അവർ പേടിച്ചു, കരഞ്ഞു, വിളിച്ചു. അവർ പറയുക, യേശുവേ, ഞങ്ങൾ മരിച്ചു പോകുന്നതിൽ നിനക്ക് യാതൊരു അറിവുമില്ലേ? എന്നാൽ യേശു കർത്താവ് സുഖമായിട്ട് കിടന്നുറങ്ങുക. എന്താ അതിന്റെ അർത്ഥം പ്രിയരെ? അവിടെ അവൻ തെളിയിക്കുക, ഈ കാറ്റിനെ ഉണ്ടാക്കിയവനാണ് ഞാൻ, ഈ കടലിനെ ഉണ്ടാക്കിയവനാണ് ഞാൻ, ഈ സകലത്തിനെ ഉണ്ടാക്കിയവനാണ് ഞാൻ. അതുകൊണ്ട് ഇത് ഒന്നും എന്നെ മുക്കിക്കളയത്തില്ല. അതിന്റെ മുകളിൽ എനിക്ക് അധികാരമുണ്ട്, അതിന്റെ മുകളിൽ എനിക്ക് അഭിഷേകമുണ്ട്. Come on somebody, come on somebody. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോടൊപ്പം ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക. ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. നോക്കിക്കോ, ഒരേ പ്രശ്നം രണ്ട് കൂട്ടരുടെ മേൽ വരിക. യേശു കർത്താവ് കടലിൽ കിടക്കുന്നു, യേശു കർത്താവ് കപ്പലിൽ കിടക്കുന്നു, യേശുവിന്റെ ശിഷ്യന്മാരും കപ്പലിൽ കിടക്കുന്നു. എന്താ, രണ്ട് കൂട്ടരും എടുത്ത വിഷയങ്ങൾ, ഒരേ പ്രശ്നങ്ങൾ വന്നു, ഒരേ പ്രതികൂലങ്ങൾ വന്നു, ഒരേ അവസ്ഥകൾ വന്നു, ഒരേ വ്യവസ്ഥകളിൽ കൂടെ കടന്നു പോകുക. എന്നാൽ അവരുടെ നടുവിൽ യേശു കർത്താവ് പതറിയില്ല. കാരണം എന്താണെന്നറിയാമോ? അവർക്കില്ലാത്ത തിരിച്ചറിവ് യേശുവിനുണ്ട്. അവർക്കില്ലാത്ത തിരിച്ചറിവ് യേശുവിനുണ്ട്. യേശുവിനേക്കാൾ പ്രായമുള്ള പലരും ആ പടകിലുണ്ട്. യേശു കർത്താവിന് 30 വയസ്സ് പ്രായമേ ഉള്ളൂ, എന്നെ പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിന് പ്രായം ഒരുപക്ഷെ ചെറുതായിരിക്കാം. ചില ശിഷ്യന്മാരെ നോക്കുമ്പോൾ ഒരുപക്ഷെ യേശു കർത്താവിന് പ്രായം ചെറുതായിരിക്കാം. എന്നാൽ അവന്റെ തിരിച്ചറിവ് അസാധാരണമായിരുന്നു. കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: the lack of knowledge people perish. ജ്ഞാനം ഇല്ലാകിയാൽ, പരിജ്ഞാനം ഇല്ലാകിയാൽ, തിരിച്ചറിവ് ഇല്ലാകിയാൽ ജനം നശിക്കുന്നു. not the lack of money, no. സാമ്പത്തികം ഇല്ലാകിയാൽ ജനം നശിക്കുന്നു എന്ന് വചനം പറയുന്നില്ല. വീടില്ലാകിയാൽ ജനം നശിക്കുന്നു എന്ന് വചനം പറയുന്നില്ല. കാർ ഇല്ലാകിയാൽ ജനം നശിക്കുന്നു എന്ന് വചനം പറയുന്നില്ല. നല്ല ഒരു മിനിസ്ട്രി സംഘടനയിൽ ജോയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ജനം നശിക്കുന്നു എന്ന് അല്ല വചനം പറയുന്നത്. Come on somebody.
Come on somebody. കർത്താവിന്റെ വചനം പറയുന്നത് പരിജ്ഞാനമില്ലായ്കയിൽ ജനം നശിക്കുന്നു. സോ നോക്കിക്കോണം, എന്നെ ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ വചനത്തിലേക്ക് പോകുക, എന്നെ ശ്രദ്ധിച്ച് കേട്ടോണം. യേശു കർത്താവ് മലയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുക. അവന്റെ അകത്ത് കത്തുന്ന ഒരൊറ്റ വെളിപ്പാടേ ഉള്ളൂ. അവന്റെ അകത്ത് കത്തുന്ന ഒരൊറ്റ വെളിപ്പാട്, ഞാനും പിതാവ് രണ്ടല്ല, ഞാനും പിതാവ് ഒന്നാണ്. ഓ ഗ്ലോറി ബി ടു ഗോഡ്. അത് പഴയ നിയമത്തിൽ ആര് ശുശ്രൂഷ ചെയ്താലും പുതിയ നിയമത്തിൽ ഇനി ആരൊക്കെ ശുശ്രൂഷ ചെയ്താലും ഞാനും എന്റെ പിതാവും രണ്ടല്ല, ഒന്നാണ്. എനിക്ക് മുൻപ് ആര് വന്നാലും എനിക്ക് ഇനി പിൻപ് വന്നാലും ഞാനും പിതാവ് രണ്ടല്ല, ഞാനും ഓ കമോൺ കമോൺ. എന്റെ മുൻപ് എന്തൊക്കെ നടന്നാലും എനിക്ക് ശേഷം ഇനി എന്തൊക്കെ പ്രതികൂലം വരാനിരുന്നാലും ഞാനും പിതാവ് രണ്ടല്ല. എന്റെ കൂടെ ആരൊക്കെ നിന്നാലും എന്റെ കൂടെ ആരൊക്കെ നിന്നില്ലെങ്കിലും ഞാനും പിതാവ് രണ്ടല്ല. എന്റെ സഭയിൽ എത്ര ആത്മാക്കൾ വന്നാലും വന്നില്ലെങ്കിലും ഞാനും പിതാവ് രണ്ടല്ല. Oh, come on somebody. Come on somebody. Come on somebody. ഏതൊക്കെ പ്രതികൂലങ്ങളിൽ കൂടെ, ഏതൊക്കെ അവസ്ഥകളിൽ കൂടെ, വ്യവസ്ഥകളിൽ കൂടെ ഞാൻ പോകേണ്ടി വന്നാലും ഞാനും എന്റെ പിതാവ് രണ്ടല്ല, ഞാനും എന്റെ പിതാവ് ഒന്നാണ്. അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് ഇന്ന് പകൽ സഭയെ ദൈവം കൂട്ടിച്ചേർക്കുക. വെളിപ്പാട് പ്രാപിച്ച യേശുവിന്റെ മേലില്ല ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുന്നത്. ഇന്ന് പകൽ ഈ 300 സംതിങ് ഇത്രയും ദിവസത്തെ പ്രാർത്ഥനകളുടെ നടുവിൽ ആത്മാവിൽ ഞാൻ ഈ ദൂത് ദൈവത്തിന്റെ സഭയോട് കൈമാറുക. ദൈവത്തിന്റെ സഭയും അവനും രണ്ടല്ല, ദൈവത്തിന്റെ സഭയും അവനും ഒന്നാണ്. പരിശുദ്ധാത്മാവോട് പറഞ്ഞ, പരിശുദ്ധാത്മാവേ, ഞാനും എന്റെ കുടുംബവും രണ്ടല്ല, ഞാനും എന്റെ കുടുംബവും ഒന്നാണ്. ഞാനും നീയും രണ്ടല്ല, ഞാനും നീയും ഒന്നാണ്. നീയും എന്റെ തലമുറകളും രണ്ടല്ല, നീയും എന്റെ തലമുറകളും ഒന്നാണ്. അങ്ങനെ ആ ഒരു മനസ്സിലേക്ക്, ആ ഒന്ന് അക്കോർഡിലേക്ക് വരുന്ന തലമുറകൾ ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടോ? കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ഐക്യത, എന്റെ സഭയിൽ ദൈവത്തിന്റെ ഐക്യത, എന്റെ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ ഐക്യത, എന്റെ ദേശത്തിൽ ദൈവത്തിന്റെ ഐക്യത അതുപോലെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഇന്ന് പകൽ ആ ഭിന്നിപ്പിക്കുന്ന ഭിന്നതയുടെ ദുരാത്മാവിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. സഭയെ ഭിന്നിപ്പിക്കുന്ന, കൂട്ടായ്മകളെ ഭിന്നിപ്പിക്കാൻ വരുന്ന, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്റെ ചെവിയിൽ കേൾപ്പിക്കുന്ന ശബ്ദം ഞാൻ അതുപോലെ പറയുക. ബന്ധങ്ങളെ തമ്മിൽ ചിഹ്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെയും കർത്താവിന്റെ മക്കളെയും തമ്മിൽ രണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ പിശാചിന്റെ തന്ത്രത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. Karatala rata manda lara bahosha ereko marakata masandale reboshia udalara bagadala gadaga shambal kamana vaira pramana gadagasi udalara bahatala reboshetele reboshia. Come on, come on, come on, come on somebody, come on somebody. അതിന്റെ 29ാമത്തെ വാക്യം, നമ്മൾ വചനത്തിലേക്ക് പോവുക. അതിന്റെ 29ാമത്തെ വാക്യം പറയുന്നു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. കർത്താവിന്റെ വചനം പറയുന്നു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം ഭാവം മാറി തുടങ്ങിയത് അവന്റെ മൈൻഡിലാണ്. അവന്റെ ഉടുപ്പ് മാറുന്നതിന് മുൻപേ, അവന്റെ ഉടുപ്പിൽ ഗ്ലോറി വരുന്നതിന് മുൻപേ അവന്റെ ചിന്തയിൽ ആദ്യം ഗ്ലോറി ഇറങ്ങി. അവന്റെ സ്പിരിറ്റിൽ, സോളിൽ, ബോഡിയിൽ, ദേഹം, ദേഹി, ആത്മാവിൽ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിയിട്ടാണ് പിന്നെ അവന്റെ വസ്ത്രത്തിലേക്ക് വന്നത്. കമോൺ കമോൺ. പത്രോസിനെ കുറിച്ച് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നു, പത്രോസിന്റെ നിഴലെങ്കിലും തട്ടിയാൽ, അതൊന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ചില രോഗികൾ, നാനാ രോഗികൾ ആഗ്രഹിച്ചു. ഞാൻ ആ വചനങ്ങളിലൊക്കെ ആഴത്തിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ആദ്യം അവന്റെ ആത്മാവിൽ ആ ഗ്ലോറി കത്തി, രണ്ടാമത് അവന്റെ ദേഹിയിൽ ആ ഗ്ലോറി കത്തി, മൂന്നാമത് അവന്റെ ശരീരത്തിൽ ആ ഗ്ലോറി കത്തി, നാലാമത് അവന്റെ ഉടുപ്പിൽ ആ ഗ്ലോറി കത്തി, അഞ്ചാമത് അവൻ പോയ ആ നിഴലിൽ ആ ഗ്ലോറി കത്തുവാൻ തുടങ്ങി. ഇന്ന് പകൽ ഒരാളിലല്ല, രണ്ടുപേരിലല്ല, കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരിലും ഇതുപോലത്തെ ഒരുപോലത്തെ ഗ്ലോറി അത് ഇന്ന് പകൽ കത്തിക്കൊണ്ടിരിക്കുക. അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ട് മോന് ഗ്ലോറി കത്തണമെന്നില്ല, അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ട് മകൾക്ക് ഗ്ലോറി കത്തണമെന്നില്ല. എന്നാൽ ഇന്ന് പകൽ ആത്മാവ് ഞാൻ
പ്രവചിച്ചു പറയുക, ഒന്നുപോലും ഇല്ലാതെ കുടുംബത്തിനകത്ത് 4 ഉണ്ടെങ്കിൽ 4ന്റെ പേരോ, കുടുംബത്തിനകത്ത് 5 ഉണ്ടെങ്കിൽ 5ന്റെ പേരോ, ഇതേപോലെ അപ്പനിരുന്ന് 2 മണിക്കും 3 മണിക്കും കണ്ണുനീരൊഴിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന അതേ ഗ്ലോറി തലമുറകളുടെ മേൽ ഇന്ന് പകൽ അത് കത്തട്ടെ. കഴിഞ്ഞ 35 വർഷമായി എൻ്റെ പിതാവ്, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി വിജയൻ, ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നു. കഴിഞ്ഞ വർഷം 2020 മെയ് മാസം 18-ാം തീയതി ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. താൻ കർത്താവിൻ്റെ ദാസൻ മുളക്കുഴ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു അഭിഷിക്തനായിരുന്നു. ഏകദേശം 35 വർഷത്തോളം കർത്താവിൻ്റെ വേലയിൽ അധ്വാനിച്ച ഒരു ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു. എന്നാൽ ആ മേഖലയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, എന്നോട് എൻ്റെ പിതാവ് ഇന്നുവരെ പറഞ്ഞിട്ടില്ല, എന്താ പറയുക, അല്ലെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വിളി കേൾക്കുന്ന ആ സമയം വരെ പറഞ്ഞിട്ടില്ല, സാം നീ ദൈവത്തിൻ്റെ വേല ചെയ്യണം, അല്ലെങ്കിൽ സാം നീ കർത്താവിൻ്റെ വേലക്കാരനായി മാറണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ പുസ്തകം എടുക്കണമെന്നോ അല്ലെങ്കിൽ സ്നാനപ്പെടണമെന്നോ ഇന്നുവരെ എന്നോട് നിർബന്ധിച്ചിട്ടില്ല. സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. കാരണം അപ്പൻ്റെ അകത്ത് കത്തിയൊരു വെളിപ്പാടുണ്ടായിരുന്നു. എന്നെ ദൈവം ഡയറക്റ്റ് ആയിട്ടാണ് വിളിച്ചത്. ആരുടെയും ഒരു റെക്കമെൻഡിൽ അല്ല ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരും എന്നെ കൂടെ നിർത്തി അല്ല എന്നെ ദൈവം വിളിച്ചത്. അതുകൊണ്ട് എന്നെ ദൈവം വിളിച്ച അതേ ദൈവം തന്നെ എൻ്റെ മകനെയും വിളിക്കണമെന്ന് എൻ്റെ അപ്പൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ 19-ാമത്തെ വയസ്സിൽ, ഇന്നേക്ക് ഏകദേശം 10-11 വർഷത്തിന് മുൻപ്, പരിശുദ്ധാത്മാവിൻ്റെ റൂമിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സാം, seek my kingdom and you are for mine. നീ ദൈവത്തിന്റെ രാജ്യത്തെ അന്വേഷിക്കുക, നീ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഉള്ളവരാണ്. ആ വിളി കേട്ടപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ, ഞാൻ ഇതിനു മുമ്പ് 19 വയസ്സിന് മുമ്പ് 16, 17, 18 വയസ്സ് ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ, പാസ്റ്റർ ആകുന്ന ഒരു കാര്യം എൻ്റെ സ്വപ്നത്തിൽ പോലും വരരുത്. പാസ്റ്ററായിട്ട് നിൽക്കുന്ന ഈ കറുത്ത വേദപുസ്തകം എടുത്തുകൊണ്ട് ചുമക്കുന്ന ഒരു കാര്യം എൻ്റെ സ്വപ്നത്തിൽ പോലും അറിഞ്ഞോ അറിയാതെ പോലും വരരുത് എന്ന് പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ 19-ാമത്തെ വയസ്സിൽ ഞാൻ എന്തിനെയാണോ വെറുത്തത് അത് തന്നെ എന്നെ തേടി പിടിച്ചു. കാരണം അവൻ്റെ മഹാവിളി എൻ്റെ മേലിലുണ്ടായിരുന്നു. ഇന്ന് പകലാത്മാവ് ഞാൻ പ്രവചിച്ചു പറയുക, തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവാണോ നിങ്ങൾ? തലമുറകൾക്ക് വേണ്ടി കരയുന്ന പിതാവാണോ നിങ്ങൾ? അവരുടെ മേലിൽ ഒരു ദൈവത്തിൻ്റെ വിളി ഉണ്ടെങ്കിൽ, അവരുടെ മേലിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു കള്ളപ്പിശാചും അവരെ തകർത്ത് കളയത്തില്ല, ഒരു പിശാചും അവരെ വഴിതെറ്റിക്കത്തില്ല. അവരുടെ മേലിലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അതുപോലെ സംഭവിക്കും. പത്രോസിന്റെ മേലിൽ ഒരു ദൈവത്തിന്റെ നിയോഗമുണ്ടായിരുന്നു, യാക്കോബിന്റെ മേലിൽ ഒരു ദൈവത്തിന്റെ നിയോഗമുണ്ടായിരുന്നു, യോഹന്നാന്റെ മേലിൽ ഒരു ദൈവത്തിന്റെ നിയോഗമുണ്ടായിരുന്നു. ഈ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ, വ്യത്യസ്ത നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ യേശു കർത്താവ് അവരെയും കൊണ്ട് മറുരൂപമലയിലേക്ക് പോവുക. മറുരൂപമലയിലേക്ക് അവിടെ ഇരുന്നവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആര് അവന്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതല്ല അവന്റെ വിഷയം, അവൻ ആരെ നോക്കുന്നു എന്നുള്ളതായിരുന്നു അവന്റെ വിഷയം. ആരൊക്കെ അവന്റെ കൂടെ ഉണ്ട്, ആരൊക്കെ അവന്റെ കൂടെ ഇല്ല എന്നുള്ളതല്ല യേശുവിന്റെ വിഷയം. എന്നെ ആര് ജനിപ്പിച്ചു എന്നുള്ളതായിരുന്നു അവന്റെ വിഷയം. ആര് എന്റെ കൂടെ ഇറങ്ങി, ആരെന്റെ കൂടെ നിൽക്കുന്നുണ്ട്, ആര് ചൈത്തടയ്ക്കുന്നു, ചൈത്ത തരുന്നില്ല, അല്ലെങ്കിൽ ആര് സ്തോത്രക്കാഴ്ച തരുന്നു, സ്തോത്രക്കാഴ്ച തരുന്നില്ല എന്നുള്ളതല്ലേ അവന്റെ വിഷയം. ആര് എന്നെ ജനിപ്പിച്ചു, ആര് എന്നെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അയച്ചു എന്നുള്ളതായിരുന്നു യേശുവിന്റെ വിഷയം. അവൻ അവിടെ കണ്ണുനീരൊഴുക്കി, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ രൂപം മാറുവാൻ തുടങ്ങി, അവന്റെ മുഖത്തിന്റെ ഭാവം മാറുവാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുക, പ്രസംഗിച്ചപ്പോ അവന്റെ രൂപം മാറി എന്നല്ല എഴുതിയിരിക്കുന്നത്. ഓ കം ഓൺ somebody. ഇന്ന് സാംബാസ്റ്റർ മോൻസി പാസ്റ്റർ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. ഇവിടെ ഇരിക്കുന്ന ജോളി എന്ന് പറയുന്ന അമ്മാമ്മയെ ആരും ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചില്ല. പക്ഷെ ആ കർത്താവിന്റെ ദാസി ഇരുന്നു പ്രാർത്ഥിക്കുന്നതും, ആ കർത്താവിന്റെ ദാസിയുടെ പ്രാർത്ഥനാ റൂമിൽ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുന്നതും സാംബാസ്റ്റർ കാണുന്നില്ല, എന്നാൽ ഇറക്കിയ തമ്പുരാൻ കാണുന്നുണ്ട്. ഇന്ന് പകലാത്മാവിൽ ഞാൻ പ്രവചിച്ചു പ്രാർത്ഥിക്കുക,
ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, ഹല്ലേലൂയ, അവൻ പ്രസംഗിച്ചപ്പോ അവന്റെ മുഖത്തിന്റെ ഭാവം മാറിയെന്നല്ല, അവൻ പ്രവചിച്ചപ്പോ അവന്റെ മുഖത്തിന്റെ ഭാവം മാറിയെന്നല്ല, അവൻ പ്രബോധിച്ചപ്പോ അവന്റെ മുഖത്തിന്റെ ഭാവം മാറിയല്ല, അവൻ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോ മുഖത്തിന്റെ ഭാവം മാറിയെന്നല്ല, അവന്റെ ആ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോ അവന്റെ മുഖം മാറുവാൻ തുടങ്ങി. അവനായിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ കരയാൻ തുടങ്ങിയപ്പോ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ, ആ കല്ലുള്ള മലയുള്ള മുള്ളുള്ള ആ മല ചവിട്ടിക്കേറിയ ആ അവസ്ഥയ്ക്കകത്തു തന്നെ അവന്റെ രൂപം മാറാൻ തുടങ്ങി, അവന്റെ ഭാവം മാറാൻ തുടങ്ങി, അവന്റെ ശുശ്രൂഷയുടെ മറ്റൊരു തലം വെളിപ്പെടാൻ തുടങ്ങി. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുക, നീ ചവിട്ടിയ കല്ല്, നീ ചവിട്ടിയ മുള്ള്, നീ ചവിട്ടിക്കേറിയ പടികൾ, അവിടെയാണ് ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുന്നത്. ഓ ഷാപാറ്റ എൽബനാംഗ്ര ഹാന്തലരെ ബൗഷ്യ ഉഡാലര മഹാദിനിയ ദുലവന ഘടകസി ഹംദൽ കമന വൈര പ്രവന ഘടകസി. ഓ നീ ചിന്തിക്കുക, എനിക്ക് നല്ലൊരു സ്റ്റേജ് കിട്ടിയാലേ ഗ്ലോറി വെളിപ്പെടുത്തുള്ളൂ. നോ. ഒരു സൂം മീറ്റിംഗ് കിട്ടിയാലേ നോ, നെവർ. മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക, അവിടെയാണ് ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നത്. ഓ ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഇന്ന് കാണുന്നത്, ഞാൻ ഇന്നലെയുടെ രാത്രിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, ദിനരാത്രങ്ങളിൽ ആരും അറിയാതെ കരഞ്ഞതിന്റെ, ആരും അറിയാതെ നെടുവീർപ്പിട്ടതിന്റെ, ആരും അറിയാതെ ദൈവത്തിന് വേണ്ടി വില കൊടുത്തതിന്റെ ഏതൊക്കെയോ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് പകൽ നിങ്ങൾ എന്നിലൂടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ ലോകം നിങ്ങളെ നോക്കി ഒരു വശം നോക്കി വിധി എഴുതുക, ലോകം നിങ്ങളെ മറുവശം നോക്കി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിധി എഴുതുക. ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുക, മനുഷ്യർക്ക് വിധി എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിൽ, മനുഷ്യർക്ക് വിധി എഴുതാൻ പറ്റാത്ത തരത്തിൽ ദൈവത്തിന്റെ അസാധാരണ ഒരു ഗ്ലോറി ഇന്ന് പകൽ നിങ്ങളുടെ ശുശ്രൂഷകളിൽ അത് വെളിപ്പെടുകയാ. ആരും മൗനമായിരിക്കരുത്. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകല് എനിക്കറിയാം, ഇതിനകത്ത് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ആരും ചെറിയ വ്യക്തികളല്ല. അവർ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്നവരാണ്. അവർ പ്രാർത്ഥിക്കാത്തവരല്ല, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. അവർ കരയാത്തവരല്ല, അവർ കരയുന്നവരാണ്. അവർ